ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു ലഡു ഉണ്ടാക്കിയാലോ? നല്ല മധുരമുള്ള ലഡു. കുറച്ച് നാളായിട്ട് ഉണ്ടാക്കണമെന്നും ആഗ്രഹിച്ചിരുന്നൊരു സാധനം കേട്ടോ ഈ ലഡു. എല്ലാവർക്കും ഈ പ്രഗ്നൻസി ടൈമിൽ പുളിയുള്ള സാധനങ്ങളോടാണല്ലോ കൂടുതൽ ഇഷ്ടം. പക്ഷേ എനിക്ക് നേരെ തിരിച്ചായിരുന്നു കേട്ടോ. സ്വീറ്റ്സിനോടായിരുന്നു എൻ്റെ താല്പര്യം, പ്രത്യേകിച്ച് ലഡു. ഇവിടെ ഓസ്ട്രേലിയയിൽ ലഡു ഒക്കെ കിട്ടും കേട്ടോ, പക്ഷേ ഇച്ചിരി പൈസ കൂടുതലൊക്കെ ഉണ്ട് നാട്ടിനെ അപേക്ഷിച്ച്. അപ്പം ഞാൻ കരുതി എന്തായാലും ഹാൻഡ് മെയ്ഡായിട്ട് ലഡു ഉണ്ടാക്കാമെന്ന്. അങ്ങനെ തുടങ്ങിയതിൻ്റെ പരീക്ഷണമാണ് കേട്ടോ. നമ്മൾ ഏകദേശം ബാറ്ററൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഫ്ലെയിം കത്തിക്കുക, പാൻ വെക്കുക, അതിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ച് ആ ബാറ്ററും കൂടെ ഇട്ട് അതങ്ങ് ബൂന്തിയാക്കി എടുക്കുന്ന ഒരു തത്രപ്പാടിലാണ് ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ. വലിയ പാടൊന്നുമില്ല. ബാറ്റർ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബൂന്തി റെഡിയായി കിട്ടും. ഈ ബാറ്ററെല്ലാം നമുക്ക് ബൂന്തിയാക്കിയതിന് ശേഷം അതെല്ലാം വറുത്ത് കോരി മാറ്റി വെക്കുക. അപ്പം വലിയ പെർഫെക്റ്റ് ഷേപ്പിലല്ല, എന്നാലും കുറച്ചൊക്കെ നീണ്ട് പോയിട്ടുണ്ട്. ഇതേ നമ്മുടെ മിന്നു എത്തിയിട്ടുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിംഗ് കമ്മിറ്റിയൊക്കെ ആയിട്ട്. ആള് ബൂന്തി കണ്ടപ്പോൾ തന്നെ ഓരോന്ന് പെറുക്കിയെടുത്ത് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ബൂന്തി സെറ്റാക്കിയപ്പോൾ കുറച്ചിങ്ങനെ പതിഞ്ഞു പോയായിരുന്നു. അപ്പം ഞാൻ ഇതെന്ന് വെച്ചാൽ അത് ഇച്ചിരി ഒന്ന് മിക്സ് ചെയ്തെടുത്തു, മിക്സിയിലിട്ട് അരച്ചെടുത്തു. അപ്പം കുറച്ചുകൂടെ പൊടിയായിട്ട് കിട്ടിയത്. പിന്നെ അത് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മുടെ കാഷ്യും കിസ്മിസും ഒക്കെ ഇച്ചിരി വറുത്ത് കോരി മാറ്റി വെച്ചു. ഇനി നമുക്കിച്ചിരി പഞ്ചസാര പാനി ഉണ്ടാക്കണം. അപ്പം അതും വളരെ എളുപ്പമാണ്. ഞാൻ 2 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഇച്ചിരി കാടമം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. പിന്നൊന്നുമില്ല, ആ ബൂന്തി എടുത്ത് നമ്മൾ ആ പഞ്ചസാര പാനിയിലോട്ടിട്ട് അതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഏകദേശം പാനിയെല്ലാം ബൂന്തി വലിച്ചെടുത്ത് കഴിയുമ്പം നമ്മൾ വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് അത്യാവശ്യം ചൂട് കയ്യിൽ പിടിക്കാവുന്ന ചൂടാകുമ്പോഴത്തേക്കും കുഴച്ച് ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് നമ്മൾ സെറ്റാക്കി വെക്കുക. ഇനി ലഡുവിന് മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ദിവസമെങ്കിലും നമ്മൾ അത് വെക്കുക, അതിനുശേഷം കഴിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഒരു ലഡു ഉണ്ടാക്കാനായിട്ട്. അപ്പം ക്രേവിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, എവിടെയും പോകാൻ പറ്റുന്നില്ല, മേടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാട്ടോ ലഡു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.